ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. രാവിലെ തന്നെ കറങ്ങാൻ ഇറങ്ങിയിരിക്കുകയാണ്. രാവിലെ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 10:30 അപ്പം ഞങ്ങൾ ജ്യൂസി ബാംഗ്ലൂർ എന്ന് പറഞ്ഞിട്ട് കഞ്ഞിക്കുഴിയുള്ള വന്ന വഴിക്ക് തന്നെ ഒരു ഷേക്ക് കുടിച്ചിട്ട് നമുക്ക് കോട്ടയത്തേക്ക് പോകാം. ഇന്ന് എനിക്കൊരു സന്തോഷമുള്ളൊരു കാര്യം ചെയ്യാൻ പോവാണ്. ഇത് ഞാൻ അവിടെ സ്ട്രോബെറി ഫെസ്റ്റ് നടക്കുകയാണ്. അപ്പം ടെൻഡർ കോക്കനട്ട് സ്ട്രോബെറി സ്ലൈസസ് ഇട്ടിട്ടൊരു ഷേക്ക്, അതാണ് ഞാൻ ട്രൈ ചെയ്ത്. നല്ലതായിരുന്നു കേട്ടോ. അതായത് അധികം മധുരമൊന്നുമില്ല. നമ്മുടെ കരിക്കിൻ്റെ ഷേക്ക്, അതിൻ്റെ അടുത്ത് സ്ട്രോബെറി പീസസ് ഇട്ടിട്ട് നല്ലതായിരുന്നു. ഒരാഴ്ചയായിട്ട് ഒരു സ്ട്രോബെറി മൊയ്ത്തോയും വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ, അതായത് ഇപ്പോൾ 10:30 ആകുമ്പോൾ മരുന്ന് നല്ല ചൂടല്ലേ, അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോകാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ തേർഡ് സ്റ്റഡ് ഇടാൻ പോകാം കേട്ടോ. ചെവിയിൽ 2 ഓൾറെഡി ഉണ്ട്, ഒരെണ്ണം കൂടെ കുത്താനായിട്ട് പോവാം. അപ്പോൾ ആദ്യം ആലോചിച്ച് ഗൺ വെച്ച് കുത്താതെ, പിന്നെ ഞാൻ ഓർത്ത് വേണ്ട, ഞാൻ എപ്പോഴും സാധാരണ മൂക്ക് കുത്തിയതാണെങ്കിലും ഭീമയിൽ പോയിട്ട് അന്നേരത്തെ ഒരു വേദനയുണ്ടല്ലോ, അവർ തന്നെ കമ്മലിട്ട് തരുന്ന തട്ടാനെ കൊണ്ട് തന്നെ കുത്തിക്കാനാണ്. അപ്പം എനിക്കൊരു എപ്പോഴും നമുക്കൊരു ടെൻഷൻ ഉണ്ടല്ലോ, കുത്തി കഴിയുമ്പോൾ എങ്ങനെ ആകും. പക്ഷെ എന്നാലും ഏതായാലും കുത്താന്ന് വെച്ചിട്ട് ഭീമയിൽ പോയി. പിന്നെ എനിക്കൊരു ലോക്കറ്റ് 2-3 വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ കുറച്ച് സ്വർണത്തിൻ്റെ ഷോപ്പിങ്ങും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ തിരുവാതിരയുടെ ഇവിടെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ഇതിന് ലാസ്റ്റിലിട്ടേക്കാം. 12 രാത്രിയാണ് തിരുവാതിര. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ നന്നായിട്ട് തിരുവാതിര ആഘോഷിക്കും. അപ്പോൾ പ്രാക്ടീസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെടുക്കാൻ ഒരു സെറ്റ് സാരി വാങ്ങിക്കണം. അങ്ങനെ പിന്നെ അമ്മയുടെ ചെറിയ അടുക്കളയിൽ വെക്കാനുള്ള സ്റ്റാൻഡ്, കുറച്ച് അങ്ങനെ ഷായിലൊന്ന്, കാരണം ഈ 3 കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ കോട്ടയത്തുള്ള ഭീമയിൽ വന്നിരിക്കുകയാണ്. വന്നിട്ട് ഞാൻ അതായത് 2 ഒരുപോലത്തെ സ്റ്റഡ് ഇടാമെന്ന് വെച്ചു. അതായത് സെക്കൻഡ് സ്റ്റഡും തേർഡ് സ്റ്റഡും ഒരേ ടൈപ്പ് എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ 2 സ്റ്റഡ് എടുത്തു, ലോക്കറ്റും എടുത്തു. അപ്പോൾ അത് ബില്ലിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് തട്ടാൻ്റെ അടുത്ത് പോയി കുത്തണം. അപ്പോൾ ഇങ്ങനെ ഞാനൊരു ടെൻഷനിലിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ മോതിരത്തിൻ്റെ കളക്ഷനും ഒക്കെ ജസ്റ്റ് ഞാനൊത്തിരി വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ, നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ തട്ടാൻ്റെ അടുത്ത് വന്നിട്ട് കുത്താനായിട്ട് ഇരിക്കുമ്പോഴുള്ള നമ്മുടെ ഒരു ടെൻഷനുണ്ടല്ലോ. അപ്പം ഒരു സൈഡിൽ ജസ്റ്റ് പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. അത്രയ്ക്ക് വേദന, ഒരു പിഞ്ച് പോലെ മാത്രമേ വന്നുള്ളൂ. അന്നേരം തന്നെ നമ്മൾ തട്ടാനെ കൊണ്ട് കുത്തിക്കുമ്പോൾ അവർ തന്നെ അന്നേരം തന്നെ ഇട്ട് തരുള്ളൂ. ഗൺ ഷോട്ട് അടിക്കണമെങ്കിൽ പിന്നെ നമ്മളത് മാറ്റിയിട്ട് അത് 2 വേദന സഹിക്കണമല്ലോ. ഇതാകുമ്പോൾ ഒറ്റ വേദന എന്ന് പറഞ്ഞു. അങ്ങനെ ആ സൈഡ് കുത്തി. പക്ഷേങ്കിൽ ഈ സൈഡ് ഈസി ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, മറ്റേ സൈഡ് കുത്തിയപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് അങ്ങേരുടെ കൈ ഇച്ചിരി തെന്നിപ്പോയതാണോ എന്തോ എനിക്കറിയത്തില്ല. 2 പ്രാവശ്യം ഭയങ്കരമായിട്ട് വേദന എടുത്തു. അപ്പം വീഡിയോ എടുത്ത രാജേട്ടൻ പറഞ്ഞു, ഒരു പ്രാവശ്യം പുള്ളിക്കാരൻ്റെ കൈ ഇച്ചിരി ഇതാക്കിയിട്ടുണ്ട്, തെന്നിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇവർ ആദ്യം നമ്മുടെ ചെവിയുടെ അവിടെ മുകളിൽ മാർക്ക് ചെയ്യുമല്ലോ. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, എൻ്റെ ചെവി ഇച്ചിരി മടങ്ങിയാണ് ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു, സാരമില്ല, അവിടെ തന്നെ ആ ഒരു സ്പോട്ടിൽ തന്നെയാണ് എനിക്ക് കുത്തേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ കൊണ്ട് കുത്തിച്ചു കേട്ടോ. അപ്പോൾ ഇപ്പുറത്തെ ഒരു ചെവിയിലെ വേദന അത്രയ്ക്കില്ല കേട്ടോ. അത്രയ്ക്ക് എനിക്കത് നല്ല പെട്ടെന്ന് കഴിഞ്ഞല്ലോ. പക്ഷേ ഈ ചെവിയിൽ കുത്തിയപ്പം ഇത് കണ്ടോ, കുത്തുന്നത് ശ്രദ്ധിച്ചറിയാം. ആദ്യം കുത്തി, അത് കഴിഞ്ഞിട്ട് ഇച്ചിരി ഒരു വേദന സഹിച്ചു. പിന്നെ ഇച്ചിരി കൊണ്ട് തെന്നിപ്പോയതാണ്, ഡബിൾ വേദന ഞാൻ സഹിക്കേണ്ടി വന്നു കേട്ടോ. അങ്ങനെ 2 ചെവിയിൽ കുത്തപ്പം ഞാൻ ഇടയ്ക്കത്തെ ആ കമ്മലങ്ങ് ഊരിയായിരുന്നു, അതും പുതിയതിടാൻ വേണ്ടിയിട്ട്. അപ്പം ഇപ്പം കണ്ടാൽ ഒരെണ്ണവും ഏറ്റവും മുകളിലുള്ളൂ. പിന്നെ വീട്ടിൽ ചെന്നിട്ടാണ് ഞാൻ രണ്ടാമത്തേതും കൂടി ഇട്ടത്. മുകളിലത്തെ 2 ഞാൻ ഒരേപോലത്തെ ആട്ടോ വാങ്ങിച്ചത്, സ്റ്റാർ പോലുള്ള ഞാൻ കാണിക്കാം. അങ്ങനെ കാത് കുത്തി കഴിഞ്ഞപ്പോഴത്തേനും അയ്യോ കുറച്ച് നേരത്തേക്കൊരു ഇതുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു നിമിഷമില്ല, ഒരു 2 സെക്കൻഡ് എൻ്റെ ഒരു വേദനയുണ്ട്. എന്തായാലും കുത്തണമെന്ന് വെച്ച് വന്നതല്ല, കുത്തി. അങ്ങനെ കാതൊക്കെ കുത്തിയിട്ട് പിന്നെ ഞങ്ങൾ കഴിക്കാനായിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് കോട്ടയത്ത് കാർഗീൻ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് കേട്ടോ. അവിടെ കഴിക്കാനായിട്ട് ചെന്നപ്പോൾ അവരുടെ AC അപ്പോൾ 1 മണി കഴിഞ്ഞു. അപ്പോഴത്തേനും AC റൂംസ് എല്ലാം അവരുടെ ക്ലോസ് അല്ല, ഫില്ലായി. വെളിയിലിരിക്കാം, പിന്നെ ഹട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്നാൽ പിന്നെ ഹട്ടിലിരിക്കാമെന്ന് പറഞ്ഞു. നല്ല കേട്ടോ, പക്ഷേ ചൂടുണ്ടായിരുന്നു. ഫാനുണ്ട് അവിടെ. എന്നാലും നമ്മൾ വൈകുന്നേരം, എനിക്കൊന്ന് രാത്രിയിലൊക്കെ ആയിരിക്കും. പക്ഷേ അപ്പോൾ കൊതുകിൻ്റെ ശല്യം ഉണ്ടോ എനിക്കറിയത്തില്ല കേട്ടോ. ഇത് പക്ഷേ ഇവിടെ നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. ഞങ്ങൾ എപ്പോഴും ഇതിൻ്റെ അടുത്തുള്ള, ഞാൻ പറഞ്ഞില്ലേ, മലബാർ വില്ലേജ് എന്ന് പറഞ്ഞു. അപ്പം ഇവിടെയും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇവിടെ കയറിയതാണ്. അപ്പോൾ വലുതായിട്ടൊന്നും വിശക്കുന്നില്ലായിരുന്നു. മിൽക്ക് ഷേക്ക് കുടിച്ച് കഴിഞ്ഞിട്ട് ഒത്തിരി നേരം ആയില്ലല്ലോ, 1:30 ആയിട്ടേ ഉള്ളൂ. 1:30 ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ അന്നേരം വന്നാൽ പറഞ്ഞു, ചോറ് വേണ്ട, അപ്പം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പവും അത് ഇതുണ്ട് കാതിൻ്റെ ഫസ്റ്റും സെക്കൻഡും തേർഡുമാണ് ഞാൻ ഇട്ടത്. സെക്കൻഡ് ഞാൻ ഊരിയേക്കും, അത് ഇടണം പിന്നെ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് ഒരു നോക്കുമായിരുന്നു ശരിയാണോ എന്നൊക്കെ. നല്ല മുടിയെങ്ങാനും ഉടക്കിയാൽ നമ്മുടെ ജീവൻ പോകും. അപ്പം ഞാൻ അപ്പം വാങ്ങിച്ചു. പിന്നെ ചിക്കൻ കറി, നാടൻ വറുത്തരച്ച ചിക്കൻ കറിയും രാജേശ്വരൻ പൊറോട്ടയാണ് വാങ്ങിച്ചത്.
പിന്നെ നമ്മളെന്നും വാങ്ങിക്കാറുള്ള അല്ല നമ്മുടെ ലൈം ജ്യൂസ് കഴിക്കുന്നതിനോട് അതും വാങ്ങിച്ചു. അതൊക്കെ ഇരുന്ന് കഴിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഇച്ചിരി പൊറോട്ട ഇച്ചിരി തണുത്തായിരുന്നു എന്നേ ഉള്ളൂ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ പോയി കസവ് കടയിലാണ് കേട്ടോ ഞാൻ പോയത്. പക്ഷെ അവിടുത്തെ വീഡിയോ, അതായത് ഞാൻ കസവ് കടയിൽ പോയി സാരി എല്ലാം സെലക്ട് ചെയ്ത് വീഡിയോ ഓണാക്കി രാജൻ്റെ കൊടുത്തു. പക്ഷെ എന്തോ വീഡിയോ ഒന്നും വന്നിട്ടില്ല. എനിക്കത് ഓണാക്കിയില്ല, എന്തോ പറ്റിയതാണ്. പക്ഷെ കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ അന്ന് പോയപ്പം എൻ്റെ അമ്മയ്ക്ക് ഒരു സെറ്റ്, കൊച്ചമ്മയ്ക്ക് ഒരു സെറ്റ്, ഞാനൊരു സാരി എടുത്ത് സെലക്ട് ചെയ്തിട്ട് എനിക്കൊരു കൺഫ്യൂഷനായിരുന്നു വേണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ പിന്നെ അത് എടുത്തില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് ഏതായാലും അത് പോയി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ ശരിക്കും എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ഞങ്ങൾ ഇരുന്നപ്പം അവരുടെ സോഷ്യൽ മീഡിയ അവർ വന്നിട്ട് ഒരു റിവ്യൂ തരാമോ ഇവിടുന്ന്. അപ്പോൾ ഞാൻ പലപ്പോഴും ഇവിടുന്ന് സെറ്റ് സാരി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. കസവ് കട നല്ല ഹാൻഡ്ലൂം, നല്ല കൈത്തറി ആണ്, കൂടിയ നല്ല റേഞ്ചിലുള്ളത് കൊണ്ട് ചെറിയ റേഞ്ച്. പക്ഷേ അവരുടെ ഹാൻഡ്ലൂം റേഞ്ച് നല്ല തുണിയാണ് കേട്ടോ. എത്ര നാൾ കഴിഞ്ഞിട്ടും അതുപോലെ ഇരിക്കും. അപ്പോൾ അങ്ങനെ എനിക്കൊരു സെറ്റ് സാരി വാങ്ങിക്കണമെന്നുണ്ട്. തിരുവാതിരയാണല്ലോ, തിരുവാതിരയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. തിരുവാതിരയ്ക്ക് ഇവരെല്ലാം മാച്ചിങ് ബ്ലൗസൊക്കെയാണ് ഇടുന്നത്. ഞാനിനി ബ്ലൗസ് തയ്പ്പിക്കാനൊന്നും പോകുന്നില്ല. എന്നാലും സെറ്റില്ല എൻ്റെ കയ്യിൽ. സെറ്റ് സാരി ആയിട്ടോ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് അവിടെയും യൂസ് ആകുമല്ലോ. അപ്പോൾ അന്ന് ഞാൻ എടുത്തില്ല. പക്ഷേ രണ്ടാമത് ഞാൻ പോയി സെറ്റ് സാരി എടുക്കും. ഇന്ന് ഞാൻ പോകുന്നുണ്ട് കേട്ടോ കോട്ടയത്ത്. അപ്പോൾ ഞാൻ വീഡിയോ ഇടാം. ഇപ്പോൾ ആ സെറ്റ് സാരിയുടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതായത് ഇപ്പോൾ വീഡിയോ എടുത്താണ്, റെക്കോർഡായില്ല. അങ്ങനെ ഒരബദ്ധം പറ്റി. അപ്പോൾ അവർ സോഷ്യൽ മീഡിയ ഞാൻ പറഞ്ഞില്ല വന്നു, അവർ നമ്മളെ കൊണ്ട് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യിപ്പിച്ചു. കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അവരുടെ അടുത്ത് ഞാൻ ചോദിക്കണം അവർ നമുക്ക് തയ്ച്ചു തരുമോയെന്ന്. അങ്ങനെ അവിടുന്ന് അപ്പവും ചിക്കൻ കറിയും ലൈം ജ്യൂസും ഒക്കെ കഴിച്ചിട്ട് ഇറങ്ങി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അമ്മയുടെ കിച്ചണൊന്ന് ഞാൻ അവരുടെ അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ദൂരെ സാധനം വെച്ചത്. അപ്പോൾ അടുത്ത് തന്നെ ചെറിയ അടുക്കളയിലൊന്ന് സെറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഒരു സ്റ്റീലിൻ്റെ സ്റ്റാൻഡ്, പിന്നെ കുറേ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ, സ്പൂൺ സ്റ്റാൻഡ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ അമ്മയുടെ ചെറിയ കിച്ചൺ സെറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഷായിൽ കയറിയിട്ട് ഞാൻ ഒത്തിരി വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. വീഡിയോ എടുത്തത് മീൻസ് പെട്ടെന്ന് കയറി അവിടെയും പോകണമായിരുന്നല്ലോ. അങ്ങനെ ഷായിൽ കയറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. കെറ്റിൽ നോക്കണമായിരുന്നു. കെറ്റിൽ നോക്കിയപ്പം ഇവിടത്തേലും റേറ്റ് നല്ല സെയിം സാധനത്തിന് ഓൺലൈൻ നല്ല ഓഫർ, 2 ദിവസം കൂടെ ഡെലിവറിയും ചെയ്യാം. അപ്പം ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ ഓൺലൈനിൽ തന്നെ വാങ്ങിക്കാം. പ്രസ്റ്റീജിൻ്റെ ഒരു കെറ്റിൽ വാങ്ങിക്കണമായിരുന്നു. പിന്നെ തിരിച്ചു പോകുന്ന വഴിക്ക് അപ്പോൾ ഞാൻ പറഞ്ഞില്ല അത് ബൂസ്റ്റർ ചായ കുടിക്കണം നന്നേ വിചാരിച്ചത്. ഞാൻ കുടിച്ചിട്ടില്ല കേട്ടോ. അന്ന് അവിടെ ഞങ്ങൾ ബോർഡ് കണ്ടപ്പോഴേ ബൂസ്റ്റർ ചായയിൽ കയറണം എന്ന് പറഞ്ഞിട്ട് ബൂസ്റ്റർ ചായയിൽ കയറി. എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ എന്തായി ബൂസ്റ്റർ ചായ എന്ന്. ബോബ ടീ കുടിച്ചിട്ടുണ്ട്, ബൂസ്റ്റർ ചായ എന്താണെന്നൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഞാനത് എന്തായാലും ട്രൈ ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചായക്കകത്ത് ബൂസ്റ്റ് ഇടുക, അതാണ് കേട്ടോ ബൂസ്റ്റർ ചായ. രാജേഷേട്ടൻ ഒരു നോർമൽ ചായ കേട്ടോ. എനിക്ക് എക്സ്പെരിമെൻ്റ് ഒന്നും ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരാൾ, ഞാനാണ് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാൾ. കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ബൂസ്റ്റർ ചായയും കൂടെ കുടിച്ച് അന്നത്തെ ദിവസത്തെ കറക്കം അവസാനിപ്പിച്ചു. എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ തിരുവാതിരയുടെ കുറച്ച് പ്രാക്ടീസും കൂടി ഇട്ടിട്ടുണ്ട്. താങ്ക് യു.